ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണക്കച്ചെമ്മീൻ കൊണ്ടും ഉണക്കമീൻ കൊണ്ടും ഒക്കെ ചമ്മന്തി ഉണ്ടാക്കാറുണ്ടല്ലേ. ചുവന്നുള്ളിയും മുളകും തേങ്ങയൊക്കെ ചേർത്തുണ്ടാക്കുന്ന നല്ല പുളിയുള്ള ചമ്മന്തി ഇഷ്ടമില്ലാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. ഇന്ന് ഞാനൊരു കുഞ്ഞ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ലൊരു കിടിലൻ ചമ്മന്തിയാണ് ഇന്നത്തെ റെസിപ്പി. നമ്മൾ എന്നും ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസത്തിൽ ഫ്രഷ് മീൻ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്നത്. മീൻ കഴിക്കാൻ ഇഷ്ടമല്ലാത്ത, അതുപോലെ തന്നെ മുള്ളുള്ളത് കൊണ്ട് മീൻ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഈ ചമ്മന്തി. മീനിൻ്റെ മുഴുവൻ ഫ്ലേവറും പിന്നെ ചുവന്നുള്ളിയും പുളിയൊക്കെ കൂടെ ചേരുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഒരു ചമ്മന്തിക്ക്. തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ചോറിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തിയും പിന്നെ തൈരോ മോരോ മാത്രം മതി. കിടിലൻ മീൻകറി കൂട്ടി കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റോടെ കൂടെ നമുക്ക് ചോറ് കഴിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഫ്രഷ് മീൻ വെച്ചിട്ട് എങ്ങനെയാണ് ചമ്മന്തി ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുന്നേ ഇനിയും ഞാൻ ഇതുപോലെ ടേസ്റ്റിൽ യാതൊരു കുറവ് വരാതെയും എന്നാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് മിസ്സാവാതെ കാണാനായി പ്ലീസ് ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ ഒപ്പം തന്നെ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ആദ്യം നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്യണം. മീൻ വെറുതെ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് ഫ്രൈ ചെയ്താലും മതി. നമ്മൾ എങ്ങനെയാണോ മീൻ മാരിനേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് ചമ്മന്തിയുടെ ടേസ്റ്റിലും മാറ്റം വരും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ മാരിനേറ്റ് ചെയ്യുമ്പോൾ ചേർത്താൽ ചമ്മന്തിയുടെ ടേസ്റ്റ് ഒന്നും കൂടെ സൂപ്പറാകും. അധികം മുള്ളില്ലാത്ത മീനായിരിക്കും ഈ ചമ്മന്തി ഉണ്ടാക്കാൻ കുറച്ചുകൂടെ നല്ലത്. അയില, കുടുത, അതായത് ചൂരമീൻ അല്ലെങ്കിൽ അയക്കൂറൊക്കെ വെച്ചിട്ട് ഈ ചമ്മന്തി ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ നല്ല ഫ്രഷ് ചെമ്മീൻ കൊണ്ട് ഉണ്ടാക്കിയാലുള്ള ടേസ്റ്റിനെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ. അത്യാവശ്യം വലിയ 4-5 പീസ് മീനുണ്ടെങ്കിൽ 2 നേരം കഴിക്കാനുള്ള ചമ്മന്തി നമുക്ക് ഉണ്ടാക്കാം. ഞാൻ കുറച്ച് ചെറിയ മീനായതുകൊണ്ട് 7 പീസ് എടുത്തിട്ടുണ്ട്. എണ്ണ അധികം ഉപയോഗിക്കാത്തവർക്ക് ഫ്രൈ ചെയ്യുന്നതിന് പകരം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചാൽ മതി. പിന്നെ ചമ്മന്തി അരച്ചതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ വേവിക്കുമ്പോൾ കുടംപുളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് പുളിക്കായിട്ട് അത് ചേർക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് വേവിച്ചാൽ നല്ലതായിരിക്കും. എന്നാലും മീൻ ഫ്രൈ ചെയ്ത് ചമ്മന്തി ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. ഇത് വെച്ചിട്ട് നമ്മളിനി നേരെ ചമ്മന്തി ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് മീൻ നന്നായിട്ട് തന്നെ മുരിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ മീൻ മുഴുവനായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചമ്മന്തിയിലേക്കുള്ള ചേരുവകളെല്ലാം ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ചുവന്നുള്ളിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ചുവന്നുള്ളി എത്ര ചേർക്കുന്നോ അത്രയും ചമ്മന്തിക്ക് ടേസ്റ്റും കൂടും. ഞാനൊരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും, ആവശ്യത്തിന് പുളി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ തേങ്ങ. ഇത്രയാണ് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനായി വേണ്ട ചേരുവകൾ.